അമ്മ കൈലാസത്തിൻ്റെ മുമ്പിൽ ഒരു ചെയർ ഇട്ട് അവിടെ ഇരുത്തണം. കാശ്മീർ എപ്പോഴും എന്തുകൊണ്ട് ആ സൈഡിലേക്ക് ചൂസ് ചെയ്യണു? അങ്ങനെ ഒരു മകൻ നടത്തി തന്നതിലുള്ള സന്തോഷമാണ്. എല്ലാം കരയരുത്, ഇറ്റ്സ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. തൻ്റെ അച്ഛൻ കാരണം ഞാനിന്ന് ഇവിടെ വന്ന് നിൽക്കണേന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പോയി നമ്മളെല്ലാവരും എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രേമനൈരാശ്യമാണോ എന്നൊരു ധാരണയുള്ളവരുണ്ട്. ഹായ്, നമസ്കാരം. ഒരുപാട് കാലമായി ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയൊരു മടിയനായി മാറി എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. എൻ്റെ ഈ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ നിന്ന് ഒന്നും ഞാനിപ്പോൾ ഈ അടുത്തൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. കാരണം പോകുന്ന സ്ഥലങ്ങളിൽ അത് വീഡിയോ എടുക്കാൻ സാധിക്കാറില്ല. പിന്നെ നമ്മൾ ആ പരിപാടിയിൽ ഇൻക്ലൂഡഡ് ആകുമ്പോൾ അതൊന്നും എടുക്കാനും, എൻ്റെ ഒപ്പം വീഡിയോ എടുത്തിരുന്ന പിള്ളേരൊക്കെ പുറത്തു പോയി. എല്ലാവരും ഔട്ട് ഓഫ് ഇന്ത്യ, ലണ്ടൻ, ജർമ്മനി, എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് പോയി. അത് കാരണം അവിടെ ചെല്ലുമ്പോൾ വേണ്ട കുട്ടികളെ കിട്ടും. അതുണ്ട്, പുറത്ത് പോയാൽ കിട്ടും. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു സിറ്റ് ആൻഡ് ടോക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ എ ഇയറായി. ചാനലുകൾക്ക് അങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ടും സംസാരിച്ചൊക്കെ പോകാറുണ്ടെങ്കിലും നമ്മുടെ ഇപ്പം ഇങ്ങനെ വന്നിരിക്കാനൊരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊല്ലം ഞങ്ങൾ വീണ്ടും ഒരു കൈലാസ് മാൻസറോവർ യാത്ര പോകുന്നു. ഗെറ്റ് റെഡി. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അതിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഒപ്പം ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൈലാസ യാത്രയെക്കുറിച്ചുള്ളൊരു എന്താ പറയുക, ഞാൻ പോയൊരു എക്സ്പീരിയൻസും ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ശരിക്കും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഹിമാലയത്തോട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും ഈ നോർത്ത് സൈഡിൽ, അല്ലെങ്കിൽ ലഡാക്ക്, കൈലാസ് മാൻസറോവർ, കാശ്മീർ എപ്പോഴും എന്തുകൊണ്ട് ആ സൈഡിലേക്ക് ചൂസ് ചെയ്യണു? ഈവൻ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിന് പോയപ്പോൾ അതിലുണ്ടായതൊരു വൺ ഓഫ് ദ മേജർ ചോദ്യമായിരുന്നു, വൈ ഓൾവേസ് ഹിമാലയാസ്? അപ്പോൾ അതിൽ പലർക്കും ഒരു ധാരണയുണ്ട്, പ്രേമനൈരാശ്യമാണോ എന്നൊരു ധാരണയുള്ളവരുണ്ട്. അതേ അല്ല. അതേപോലെ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ അച്ഛനാണ് എനിക്ക് ഹിമാലയത്തോടുള്ള പ്രേമം, എന്താ പറയുക, ഒരു സ്ത്രീയേക്കാൾ ഉപരി പ്രേമിക്കാൻ പഠിപ്പിച്ചു തന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ്റെ ഹിമാലയം യാത്രകൾ വായിച്ചും, അത് എന്താ പറയുക, അതിൻ്റെ റോ ഫീൽ, അതായത് അച്ഛൻ എഴുതി വയ്ക്കുന്ന പേപ്പർ കഷ്ണങ്ങളിൽ നിന്ന് വായിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ബുക്കാവണതിന് മുമ്പേ ഞാൻ വായിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഓൾവേസ് ഹിമാലയത്തിനോടൊരു ലവ്, ഒരു ലസ്റ്റ്, ഒരു വീണ്ടും വീണ്ടും പോകണം എന്ന് ആ ഒരു എൻ്റെ ഒരു മാഗ്നറ്റ് ടുവേർഡ്സ് ഹിമാലയാസ് തീരുന്നില്ല. ഇപ്പോഴും അമ്മയ്ക്ക് തീർന്നുണ്ടോ? അല്ലേ, ഒരിക്കലും ഇല്ല. ഒരു പ്രാവശ്യം പോയി നമ്മളെല്ലാവരും എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കൈലാസമായാലും. അത് എനിക്ക് വടക്കുന്നാഥൻ എങ്ങനെ ഇരിക്കണോ അതുമാതിരിയാണ് കൈലാസം കണ്ട സന്തോഷം. ഇപ്പോഴും കണ്ണടച്ച് എനിക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും പോയി കാണേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംസാരം, അല്ലെങ്കിൽ ഈ ഒരു യാത്രാ വിവരണം ഇസ് അബൌട്ട് കൈലാസ് മാൻസറോവർ യാത്ര. അതിങ്ങനെ പറയാനുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അതിങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ ബുക്കിലൂടെയാണ് ഒരുപാട് ഈ യാത്രകളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ശരിക്ക് 2014 ഫസ്റ്റ് ഞാൻ കൈലാസ് മാൻസറോവർ പോകുന്നത്. അച്ഛൻ പോയത് 2002. അന്നാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഈ ബുക്ക് വായിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറില്ല, ഈ ബുക്ക് നിങ്ങൾ വായിക്കരുത്, കാരണം വായിച്ചാൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. എല്ലാവരുടെ അടുത്തും ഞാൻ പറയാറില്ല, ഈ ബുക്ക് നിങ്ങൾ വായിച്ചാൽ നെക്സ്റ്റ് കൈലാസ് മാൻസറോവർ യാത്ര എന്നാണോ അതിലേക്ക് നമ്മൾ ബുക്ക് ചെയ്യും. കാരണം അത്രയും നമുക്ക് കൈലാസത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ജെനുവിൻ ബുക്കാണ്. അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു 3-ാമത്തെയും 4-ാമത്തെയൊക്കെ ബുക്സ് ഭയങ്കര സയൻസും, എന്താ പറയുക, ഹൈറ്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. ഇതൊരു സാധാരണ MK രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ കൈലാസ് മാൻസറോവർ പോയി അവിടെ കണ്ട ആ കാഴ്ചകളെ, എന്താ പറയുക, നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് വിഷ്വലി കണ്ടുപോകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. ഞങ്ങൾ 2014 കൈലാസ് മാൻസറോവർ പോയപ്പം ആ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരും അച്ഛൻ്റെ ഈ ബുക്ക് വായിച്ചിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു, ഞാൻ ആങ്കിളിൻ്റെ പേര് മറന്നുപോയി, നാരായണൻ എന്നോ സംതിങ് ആണ്. പുള്ളിക്കാരൻ അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറയുക, അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് പുള്ളിയോട്. പുള്ളി പറയുക, തനിക്കൊരു കാര്യം അറിയടോ, തൻ്റെ അച്ഛൻ കാരണമാണ് ഞാനിന്ന് ഇവിടെ വന്ന് നിൽക്കണേന്ന് പറഞ്ഞു. അത് പുള്ളി, എന്താ പറയുക, പുള്ളിക്ക് പരിക്രമയൊന്നും ചെയ്യാൻ പറ്റിയൊന്നുമില്ല. പുള്ളി മാൻസറോവർ വരെ എത്തി, അവിടുന്ന് കൈലാസം കണ്ട് തിരിച്ചു പോരുക ചെയ്ത്. ഈവൻ നോർത്ത് ഫേസ് വരെ വന്നില്ല. എൻ്റെ ബുക്ക് ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ട്, കാണില്ല നിങ്ങൾക്ക്. എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം ഞാൻ ഈ അടുത്ത് എഴുതിയിട്ടുണ്ട്, അത് റിലീസ് ചെയ്തിരുന്നു. ഞാൻ ആ ബുക്ക് റിലീസ് ചെയ്യാൻ തന്നെ ലേറ്റാക്കിയതും 5 കൊല്ലം എടുത്തു അത് റിലീസ് ചെയ്യാൻ.
ഞാൻ 2020 കൊറോണയിൽ ഫിനിഷ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഞാനിങ്ങനെ നീട്ടി വെച്ചു. കാരണം അച്ഛൻ്റെ ബുക്കിൻ്റെ ഒരു ലാംഗ്വേജും ലിറ്ററേച്ചറും യാത്രയുടെ ഒരു ഭംഗിയൊന്നും എൻ്റെ ബുക്കിലില്ല. അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ ഈ ബുക്ക് വായിക്കുമ്പോൾ ഞാൻ കൈലാസത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒപ്പം വന്ന 2014 ഞാൻ ആദ്യമായിട്ട് കൈലാസ് മാനസറോവർ പോകുന്നത്. അത് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഹരി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുക, കൈലാസം ഒന്ന് പോകണം, എങ്ങനെ പോകും എന്നൊക്കെ ഒന്ന് ആലോചിച്ചു. അപ്പോൾ അച്ഛൻ്റെ തന്നെ ഒരു സുഹൃത്തുണ്ട്, ഒരു വേണു സാറ്. പുള്ളിയുടെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അതൊക്കെ അറിഞ്ഞ് ഞങ്ങളങ്ങനെ ആ യാത്രയ്ക്ക് ഒരുങ്ങി. ഞങ്ങൾ ആ യാത്രയ്ക്ക് ഇറങ്ങി. അന്ന് 2014 ഇന്നുള്ള അത്രേൻ്റെ പകുതി സൗകര്യങ്ങൾ പോലും ഇല്ല. അതിനും ഇപ്പോൾ എന്താ പറയുക 2002 നോക്കുകയാണെങ്കിൽ ഒട്ടും സൗകര്യമില്ല. അച്ഛൻ പോയ സമയത്തും അച്ഛൻ പോയ റൂട്ടും എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അച്ഛൻ പോയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ത്രൂ ക്ലോസ് ടു 47 ഡേയ്സ് ക്ലോസ് ടു 290 കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് പോയിട്ടുള്ളത്. നമ്മൾ നേരെ മാനസറോവറിലെത്തും. മാനസറോവറിൽ നിന്ന് ഈ 52 കിലോമീറ്റർ മാത്രമേ നമുക്ക് പരിക്രമം ചെയ്യാനുള്ളൂ. അതിലുപരി ഒന്നും നമുക്ക് ചെയ്യാനില്ല, പറ്റൂല. ഈ ആർമി ത്രൂ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ എത്തനിക് ഇന്ത്യൻ റൂട്ടാണ്. നമ്മൾ ഉത്തരാഖണ്ഡിലൂടെ നടന്ന് അത് നേരെ ടിബറ്റിലെത്തി അവിടുന്ന് പരിക്രമം. അതും മാനസറോവർ പരിക്രമമുണ്ട്, കൈലാസം പരിക്രമമുണ്ട്, രണ്ടുമുണ്ട്. ഞാനെപ്പോഴും ചോദിക്കാറുള്ളവരുടെ അടുത്തൊക്കെ പറയും, അച്ഛൻ പോയ റൂട്ടിൽ പോയാൽ നമ്മൾ പെട്ടിയിൽ തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും. ഇതാകുമ്പോൾ ഒരു എന്താ പറയുക ലക്ഷൂറിയസ് മെത്തേഡാണ്, പോയി സുഖമായിട്ട് തിരിച്ചു വരാം. ഞങ്ങൾ 14 പോകുമ്പോൾ രാവിലെ ഒരു 5 മണി 6 മണിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ വൈകിട്ടൊരു 5:30 6 മണി 7 മണി വരെ ബസ്സിൽ തന്നെയാണ്. അതും ഭയങ്കര സ്റ്റീപ്പി ഹെയർപിൻ റോഡ്സും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക 8 ലൈൻ അല്ലെങ്കിൽ 6 ലൈൻ പോലത്തെ വലിയ റോഡുകൾ, അതായത് ക്ലോസ് ടു 600 കിലോമീറ്റേഴ്സൊക്കെ പോകാൻ 4 മണിക്കൂറിൽ നമ്മളെത്തും. അത്രയും ചൈന ഡെവലപ്ഡ് ആയ കാരണം അത്രയും നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 14 ഞങ്ങൾ പോകുമ്പോൾ ഈ ദിറാഫുക്ക്, അതായത് നമ്മൾ യമദ്വാർ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ പരിക്രമം ചെയ്യുന്ന, അതായത് 17 കിലോമീറ്റേഴ്സാണ് ദിറാഫുക്ക് എന്ന് പറഞ്ഞ സ്പോട്ടിലെത്തും. അന്ന് ദിറാഫുക്കിൽ ടെൻറ്റാണ്, വേറെ ഒന്നും ബിൽഡിങ്സോ കൺസ്ട്രക്ഷൻസോ ഒന്നുമില്ല അവിടെ. ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ക്ലോസ് ടു ഒരു 2 സ്റ്റാർ. നമ്മൾ പോയപ്പോൾ മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങും റൂമിൽ നിന്ന് കൈലാസം കാണുന്ന റൂംസും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 2018 ഞാൻ അമ്മയും കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ 2025 2026 വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർ ഹോട്ടൽ വരെ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ. അങ്ങനെ കേട്ടാ ഞാൻ. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അത് ഇപ്രാവശ്യം പോകുമ്പോൾ പറയാം. അങ്ങനെ ഞങ്ങൾ ഈ ഞാനും ഹരിയും കൂടി ഇങ്ങനെ പരിക്രമം ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. പരിക്രമം ചെയ്യണം. അപ്പോൾ അച്ഛൻ്റെ ബുക്കിൽ ഈ ഡോൾമാല പാസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിക്രമം ചെയ്യാൻ ഇമ്പോസിബിളാണ്, അത്രയും സ്റ്റീപ്പാണ്. ആക്ച്വലി അത്രയും സ്റ്റീപ്പ് തന്നെ. ഫസ്റ്റ് ഡേ നമ്മൾ ഈ 17 കിലോമീറ്റേഴ്സ് യമദ്വാർ കഴിഞ്ഞ് 17 കിലോമീറ്റേഴ്സ് നടക്കും. യമദ്വാറിലൊരു കോൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ക്ലെൻസ് ചെയ്ത് ആ യമദ്വാറിൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയൊരു ഫ്രഷ് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മോക്ഷം, യാത്ര കൊണ്ട് മോക്ഷം നേടുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ പുരാണങ്ങളിലും സ്കന്ദപുരാണം ശിവപുരാണം എല്ലാ വേദാസിലും പറയുന്നുണ്ട്. യാത്ര കൊണ്ട് മോക്ഷം നേടുന്ന ഒരേ ഒരു സ്ഥലം ഈ ഭൂമിയിലുള്ളത് കൈലാസമാണ്. അപ്പം ഞങ്ങളന്നിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളിങ്ങനെ ഞാനും ഹരിയും ഞങ്ങൾ ചെറുപ്പം പോലെ പഠിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹരിയെ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ കാണാം. ഈവൺ എൻ്റെ ബുക്കിലും ഒരു ക്ലോസ് ടു 2-3 ചാപ്റ്റർ ഹരി തന്നെയാണ്. കാരണം ഞങ്ങൾ അത്രയധികം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അങ്ങനെ ഞങ്ങൾ ഈ 17 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഞങ്ങൾ ഈ ഫസ്റ്റ് സ്പോട്ട്, അതായത് നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ ആ സ്പോട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ മുമ്പത്തെ ബാച്ച് പറയുന്നുണ്ട്, മക്കളെ ഇന്ന് പോകണ്ട. ഈവൻ മലയാളികളുണ്ടായിരുന്നു അന്നൊക്കെ. അവർ പറയുന്നുണ്ട്, മക്കളെ ഇന്ന് പോകണ്ട, ഒന്നും കാണില്ല, ക്ലൗഡ് നിറഞ്ഞ് നിൽക്കുക, അപ്പോൾ പോകണ്ടാട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ദൈവമേ, കാരണം അന്നൊന്നും ഫെസിലിറ്റി ഇല്ലല്ലോ. മാനസറോവറിൽ നമ്മളൊരു ദിവസം താമസിച്ചാൽ നെക്സ്റ്റ് ഡേ അവിടുന്ന് പോയിക്കൊള്ളണം. അത് നമുക്ക് വയ്യെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും, കാരണം വെച്ചാൽ അടുത്ത ബാച്ച് അവിടെ വരും, അപ്പോൾ അവർക്ക് നിൽക്കാനുള്ള സ്പോട്ടാണത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ അവർ പറഞ്ഞത് നമ്മൾ സാധാരണയൊക്കെ ആലോചിക്കില്ല, 2 ദിവസം കഴിഞ്ഞ് നിന്ന് പോകാം, അത് പറ്റില്ല. നമ്മൾ നെക്സ്റ്റ് ഡേ അവിടുന്ന് പോയേ പറ്റൂ. പക്ഷേ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്ന് പോവല്ലേ, നമുക്കങ്ങനെ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുക. ഞങ്ങളവിടെ എത്തലും ഈ ക്ലൗഡ്സൊക്കെ മാറിപ്പോയി. ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അന്നിങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അന്ന് ഈ നോർത്ത് ഫേസിലിരുന്നിട്ട് ഞാനും ഹരിയും കൂടി ഇങ്ങനെ ഇരിക്കുക,
ജാമ്പിയാൻ മലയിലേക്ക് പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ്, ജാമ്പിയാൻ മല ഇസ് ടു ഫാർ, അവിടെ നിന്നുള്ളൊരു സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ നോക്കിയിരുന്നിട്ട് ഞാൻ അങ്ങനെ പറയും, എനിക്ക് അമ്മയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് വരണം. എൻ്റെ ഏറ്റവും വലിയൊരു മോഹം. കാരണം അമ്മ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഒരു കോൺസെപ്റ്റിൽ ഒരിക്കലും കൈലാസ് മാനസറോവർ പോകാൻ പറ്റില്ല എന്നായിരുന്നു. കാരണം 1 ആരോഗ്യം, 2 പ്രായം. അപ്പോൾ അമ്മയ്ക്കിത് ഒരിക്കലും പോസിബിൾ അല്ല ഒരു മൈൻഡ് സെറ്റായിരുന്നു. നടക്കില്ല, അവിടെ വരെ എത്താൻ പറ്റില്ല, ഇത്രയും കിലോമീറ്റർ നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അന്നിങ്ങനെ ഈ നോർത്ത് ഫേസിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്നെങ്കിലും ഒരിക്കൽ അമ്മയും കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റണം. ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതാഭിലാഷം എന്നൊക്കെ പറയില്ലേ നമുക്ക്. എനിക്ക് അന്ന് അവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൈലാസം കണ്ടതിൻ്റെ ഒരു വാവിലല്ല ഞാൻ അവിടെ ഇരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇത് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളൊരു തോട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അന്ന്. അതിന് പക്ഷേ എനിക്ക് ഒരുപാട് വർഷങ്ങളെടുത്തു. ലൈക്ക് 14ലാണ് ഞാൻ പോയത്, 15, 16, 17, 18 4 വർഷം എടുത്തു അതിനൊന്ന് പ്രിപ്പയർ ചെയ്യാനും, അതിനൊന്ന് പോകാൻ തയ്യാറാവാനും, അമ്മയെ അതിലേക്ക് മാനസികമായി തയ്യാറാക്കാനും. കാരണം നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച് സ്റ്റാമ്പ് ചെയ്ത് മനസ്സിൽ വെച്ചിരുന്ന ആൾക്കാരെ അതിൽ നിന്ന് പൊട്ടിക്കണം, നമ്മൾ ഐസ് ബ്രേക്ക് ചെയ്യണം, അവരെ അതിൽ നിന്ന് പൊട്ടിച്ച് നമ്മൾ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മൾ വരണമല്ലോ. അപ്പം ഞാനിങ്ങനെ കരയരുത്, ഇറ്റ്സ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. അപ്പോൾ സന്തോഷമാണ് അങ്ങനെ ഒരു മകൻ നടത്തി തന്നതിലുള്ള സന്തോഷമാണ്. അങ്ങനെയല്ല, അതിന് ഞാൻ അങ്ങനെ ആ യാത്രകൾ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. ഭയങ്കര സന്തോഷം പോയതല്ലേ. അയ്യോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിലേക്ക് വരാം, വിൽ കം ബാക്ക് ടു ദാറ്റ്. അപ്പം അന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സ് മുഴുവൻ ഇത് അമ്മയും കൊണ്ടുവരണം, ഇത് അമ്മയും കൊണ്ട് അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം, അമ്മ കൈലാസത്തിൻ്റെ മുമ്പിൽ ഒരു ചെയർ ഇട്ട് അവിടെ ഇരുത്തണം. അപ്പോൾ ഞങ്ങൾ 2018 ജൂൺ 1 ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ അല്ല, അത് അമ്മയുടെ ഒരു നിയോഗവും അമ്മയുടെ ഒരു ദൈവാനുഗ്രഹവും എനിക്ക് അങ്ങനെ ഒരുമിച്ച് പോകാനുണ്ടായൊരു സൗഭാഗ്യവുമാണത്.